കൂട്ടക്കുഴിമാടം എന്ന് പറയാം. മതാചാര പ്രകാരമുള്ള ചടങ്ങുകളോടെ അവരെ 4 പേരെയും യാത്രയാക്കുകയാണ്. എല്ലാ ആദരണങ്ങളോടും വിശ്വാസമനുസരിച്ച് ദൈവത്തിൻ്റെ മാലാഖമാരാണ് ഈ കുരുന്നുകൾ എന്നാണ് നേരത്തെ ഇംതിയാസ് കരീം പറഞ്ഞത്. കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മൾ അങ്ങനെയാണ് പറയുക. വൈലോപ്പള്ളി എഴുതിയിട്ടുണ്ട്, വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. ദൈവത്തെ അറിയുന്നവരാണ് കുരുന്നുകൾ എന്നാണ് പറയുക. വിശ്വാസമനുസരിച്ച് ആ കുരുന്നുകൾ ഇനി ദൈവത്തിൻ്റെ മലർവാടിയിൽ പ്രശോഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം വിശ്വാസികൾക്കും. അതിവൈകാരികമായി ഒരു നാടാകെ വിട നൽകുകയാണ് ഈ കുഞ്ഞുമക്കൾക്ക്. 4 പേരുടെയും മൃതദേഹങ്ങൾ ജുമാ മസ്ജിദിൽ ഖബറടക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നീസാൻ കല്ല് പതിക്കും. അത് കഴിഞ്ഞ് മൈലാഞ്ചി ചെടികൾ നാട്ടും. ആ മൈലാഞ്ചി ചെടികൾക്കിടയിൽ ആ 4 പേരുടെയും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ അമരുകയാണ്. ഇപ്പോഴും താങ്ങാൻ കഴിയുന്നില്ല, ഇപ്പോഴും വേദന അടക്കാൻ കഴിയുന്നില്ല സുഹൃത്തുക്കൾക്ക്, സഹപാഠികൾക്ക്, പ്രിയപ്പെട്ടവർക്ക്. ആ 4 പേരും, ആ 4 പൊന്നോമനകൾ ഇപ്പോൾ മണ്ണോട് ചേരുകയാണ്. ആ ജുമാ മസ്ജിദിലും ഇപ്പോഴും വലിയ ജനസഞ്ചയമുണ്ട്. വിങ്ങിപ്പൊട്ടുകയാണ് അവിടെ ആ ഒരു നാട് മുഴുവൻ. ചുള്ളൂർ എന്ന ഗ്രാമപ്രദേശം ഇന്ന് കരയുകയാണ്. അവരുടെ പ്രിയപ്പെട്ടവർ, അവരുടെ എല്ലാമായ 4 മാലാഖകൾ ഇനിയില്ല. കളിച്ച് ചിരിച്ച് അവർക്കിടയിലൂടെ വളർന്ന ആ 4 പൊന്നോമനകൾ ഇനി ഓർമ്മയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ വേദനിപ്പിക്കുന്ന ഓർമ്മ കൂടിയാണ്. ചെയ്യാത്തൊരു തെറ്റിന് അത്രമേൽ വേദനിപ്പിക്കുന്ന ഒരു വിയോഗമാണ് ഈ 4 പേരുടെയും. ഖബറടക്കം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. മരണത്തിലും വേർപിരിയാതെ ആ 4 സുഹൃത്തുക്കൾ, ആ 4 പ്രിയപ്പെട്ടവർ ഒരുമിച്ച് യാത്രയാവുകയാണ് വേദനകളില്ലാത്ത, അപകടങ്ങളില്ലാത്ത, പരീക്ഷകളില്ലാത്ത ഒരു ലോകത്തേക്ക്. 4 കുരുന്നുകൾക്കും നാട് വിട നൽകുകയാണ്. ദൂരെ മാറി നെഞ്ചുലഞ്ഞ് തൊണ്ടയിടറി കരയുന്നുണ്ട് ഉറ്റവർ. ആ കണ്ണീരിന് ആരാണ് സമാധാനം പറയേണ്ടത്? ഒരു ആശ്വാസവാക്കിനും ഒരു സമാധാനപ്പെടുത്തലിനും അവരെ ശാന്തരാക്കാൻ കഴിയില്ല. പൊന്നോമനകളെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതും ഈ പ്രായത്തിൽ. ഈ വീണ പൂക്കൾക്ക് വിട നൽകുക എന്നുള്ളത് അത്യധികം ഹൃദയഭാരമുള്ള ഒരു കാര്യമാണ്. ആ ഭാരം താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഒരു നാടാകെ വിട നൽകുകയാണ് ഈ കുഞ്ഞുമക്കൾക്ക്. നമ്മുടെ എല്ലാം നെഞ്ചിലെ തീരാ നോവായി, ഒരു നൊമ്പരമായി ഈ 4 കുരുന്നുകളും അവശേഷിക്കും. അവസാനത്തെ ആളുടെ ശരീരവും മണ്ണോട് ചേർന്ന് കഴിഞ്ഞു. ഇനി മണ്ണിട്ട് മൂടുകയാണ് ആ 4 കുരുന്നുകളുടെ മൃതദേഹങ്ങൾ. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഇർഫാന ഷെറിൻ, നിദ ഫാത്തിമ, റുദ ഫാത്തിമ, ഐഷ, ആ 4 സുഹൃത്തുക്കൾ, ആ 4 പൊന്നോമനകൾ മണ്ണോട് ചേർന്ന് കഴിഞ്ഞു. ആ നാട് മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു പക്ഷേ ആ കുടുംബത്തിന് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. അവരുടെ പ്രിയപ്പെട്ട 4 പൊന്നോമനകൾ ഇനി അവർക്കൊപ്പമില്ല എന്നുള്ള ആ വേദന, അത് ഇപ്പോഴും അതിൻ്റെ ആഴം എത്രത്തോളം അവർക്ക് മനസ്സിലായിട്ടുണ്ടാകണം. എന്നൊരു തരം മരവിപ്പിലായിരിക്കണം അവരുടെയൊക്കെ മനസ്സ്. നാല് കുഞ്ഞുങ്ങളും മണ്ണോട് ചേർന്ന് കഴിഞ്ഞു. നെഞ്ചുപൊട്ടി വിട നൽകുകയാണ് ഉറ്റവർ. ആ ഖബറുകൾ മൂടുകയാണ്. ഈ 4 കുരുന്നുകളും മണ്ണോട് ചേർന്ന് കഴിഞ്ഞു. അവസാന പ്രാർത്ഥനയും ചൊല്ലി അവർ എല്ലാ മതാചാരപ്രകാരവും ആ 4 കുരുന്നുകളെ യാത്രയയക്കുകയാണ്. അവർ അർഹിക്കുന്ന ആദരം എല്ലാ സ്നേഹത്തോടും കൂടി അവരെ മടക്കി അയക്കുകയാണ്. വേദനകളില്ലാത്ത
ഒരു ലോകത്തേക്ക്, അപകടങ്ങളില്ലാത്തൊരു ലോകത്തേക്ക് ഇനിയില്ല ആ 4 സുഹൃത്തുക്കൾ ഒരുമിച്ച്